പിണറായി ഭരണത്തിൽ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ ഭാവി ഇന്നത്തോടെ അവസാനിക്കുകയല്ലേ? ശ്രീ ജോസഫ് സി മാത്യു, ഇന്ന് എല്ലാത്തിലും ഒരു തീരുമാനമുണ്ടായിരിക്കുകയല്ലേ? പാപ്പാത്തി ചോലയിൽ കുരിശ് തകർത്തതോടുകൂടി ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിന് ഇനി ഭാവിയില്ല എന്ന് തന്നെയല്ലേ ഇന്നത്തെ LDF യോഗവും അതിനുശേഷം ഉന്നതതല യോഗവും കഴിഞ്ഞ ശേഷം മനസ്സിലാക്കാൻ കഴിയുന്നത്? മഞ്ജുഷ്, തീർച്ചയായിട്ടും ഇന്നത്തെ ഇത് വലിയൊരു ഒബ്സ്റ്റക്കിളാണ്. അതിനെ മറികടക്കുക എന്നുള്ളത് വളരെ ശ്രമകരവുമാണ്. എനിക്ക് വളരെ നെഗറ്റീവായിട്ടത് കഴിഞ്ഞു എന്ന് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ പറയുക. എന്താണ് ഭാവി ഉള്ളത്? അതിന് കഴിഞ്ഞു എന്ന് പറയാൻ താല്പര്യമില്ലെങ്കിൽ എന്താണ് ബാക്കിയുള്ളത്? അത് കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണോ ഭൂരഹിതരായിട്ടുള്ള കുറേ പട്ടിണിപ്പാവങ്ങളെ അവർക്കെതിരായിട്ടുള്ള നീക്കമാണ് അവിടെ നടക്കുന്നതെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയാം. അന്ന് നടന്ന ദൗത്യസംഘം ഈ കുടിയേറ്റക്കാരെന്ന് പറയാവുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് ഒരാൾക്ക് പോലും ഒരു നോട്ടീസ് പോലും നൽകിയിരുന്നില്ല. ചില ഉദ്യോഗസ്ഥരെ, അതിൽപ്പെടാത്ത ചില ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് ചില നോട്ടീസുകൾ കൊടുക്കുകയും അങ്ങനെ ഒരു ഭീതി പരത്തുകയും ചെയ്ത ശേഷം അവരെ അണിനിരത്തിക്കൊണ്ട് അതിൻ്റെ പിറകിൽ ചില സംഘടനകളും വന്നു. അങ്ങനെ ആവർത്തിച്ചിരുന്നു, പക്ഷേ അത് നടന്നില്ല. അതിത്തവണയും ആവർത്തിച്ചു, അത് നടന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെ വിശ്വാസത്തിന്റെ പേരിൽ ഇപ്പോൾ അത് നടന്നു, അത് വിജയിച്ചിരിക്കുകയാണ്. അതാണ് മഞ്ജുഷ് ഞാൻ പറയാൻ വന്നത്. അന്ന് ഒരു ക്യാമ്പയിനായിട്ട് 1 by 1 എടുക്കുന്നതിന് പകരം ഇപ്പോൾ ഓരോരോ കേസുകളായിട്ട് അവിടെ അതിന് നിയമപരമായി ബാധ്യതയുള്ള ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ആ നടപടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൊതുവികാരം ഉണർത്തി അവരെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അണിനിരത്തിക്കൊണ്ട് ഇതിനെ ചെറുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എങ്ങനെയാണോ കഴിഞ്ഞ പ്രാവശ്യം ഈ കോളനിവാസികളെ ഈ നീക്കത്തിനെതിരായിട്ട് ഒരു കവിയറ്റായി ഉപയോഗിച്ചത്, അതേപോലെ തന്നെ ഇപ്രാവശ്യം ഒരു കുരിശിനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ കാണാനായിട്ട്. അത് ഇതിനെ തടയാൻ വേണ്ടിയുള്ള ഒരു മാർഗം തന്നെയാണ്. ഈ കുരിശിനെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇത് വീണ് കിട്ടിയ ഒരു അവസരമാക്കി CPM-ഉം മുഖ്യമന്ത്രിയും എടുക്കുകയാണോ ഉണ്ടായത്, അതോ ഇത് മനഃപൂർവ്വം ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കുകയാണോ ചെയ്തത്? മുഖ്യമന്ത്രി പറയുന്നു ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. അവിടെ ഒരു കുരിശുണ്ടെന്നും ഈ കുരിശ് നീക്കം ചെയ്യുന്നു എന്ന കാര്യവും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത്? അവിടെ മുഖ്യമന്ത്രി കള്ളം പറയുന്നുണ്ടോ? CPI-യുടെ നിലപാട് ഇപ്പോഴും ഇക്കാര്യം വ്യക്തമായി മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? മഞ്ജുഷ്, അതിൽ മുഖ്യമന്ത്രി പറയുന്നത് സർക്കാർ ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ്. സർക്കാർ, ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ജില്ലാ ഭരണകൂടം, ജില്ലാ കളക്ടർ എന്നൊക്കെ പറയുന്നത് സർക്കാരിന്റെ ഭാഗം തന്നെയാണ്. റവന്യൂ മന്ത്രി സർക്കാർ അറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയല്ലേ? റവന്യൂ മന്ത്രി അറിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെയും പാർട്ടിയുടെയും പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ എല്ലാ വിഷയങ്ങളും മുഖ്യമന്ത്രി അറിഞ്ഞു തന്നെയാണോ, ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിഞ്ഞു തന്നെയാണോ നടക്കേണ്ടത് എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വിഷയമല്ല. എന്റെ കയ്യിൽ പോലീസ് അറിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. 100 പോലീസുകാർ അവിടെ പോയല്ലോ റവന്യൂ സംഘത്തെ സഹായിക്കുന്നതിന് വേണ്ടി. പോലീസ് അറിയാതെയാണോ ഇത്? ജില്ലാ പോലീസ് സൂപ്രണ്ട് അറിഞ്ഞിട്ടില്ല എന്നല്ലേ മുഖ്യമന്ത്രി പറയുന്നത്? വിനു, അതൊന്നും ശരിയല്ല. നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. 144 പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ വന്ന സംഘത്തോട് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംഘടിച്ച് ഇങ്ങനെ വരാൻ പാടില്ല, നിങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, 2013 ആഭ്യന്തര വകുപ്പിൻ്റെ ഫയലാണ് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സർക്കാർ ഉത്തരവ്. 30/8/2013 അന്ന് അതിൽ പറയുന്നത് അന്വേഷണ സംഘം വെള്ളിക്കുന്നേൽ സ്കറിയയും മക്കളും, ബാബു ചെറിയാൻ, തച്ചങ്കരി ഗ്രൂപ്പ്, കാഞ്ഞിരത്തിങ്കൽ മോഹൻ, റെജി സെബാസ്റ്റ്യൻ തുടങ്ങിയ ഇങ്ങനെ 5 പേരുടെ പേര് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ വൻതോതിലുള്ള കയ്യേറ്റങ്ങൾ നിമിത്തം ആദിവാസികളടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഭൂമി വിതരണം ചെയ്യുന്നതിന് പ്രയാസങ്ങൾ നേരിടുന്നതായും കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകൾ പെട്ടെന്ന് നടത്തണം എന്നാണ്. അപ്പോൾ നമ്മൾ പട്ടയ വിതരണം നടത്തണമെന്ന് പറയുമ്പോൾ പോലും നമ്മൾ ആലോചിക്കേണ്ടത് ഈ പറയുന്ന വ്യക്തികളുടെ കയ്യേറ്റങ്ങൾ ഭൂരഹിതരായ ആദിവാസികൾക്കുൾപ്പെടെ ഭൂമി നൽകുന്നതിന് തടസ്സമായി നിൽക്കുന്നു എന്നുള്ളത് ആഭ്യന്തര വകുപ്പിൻ്റെ രേഖയാണ്. ഒന്ന്. രണ്ട്, ഈ രണ്ടാമതിൻ്റെ കയ്യിലുള്ള ഫയല് മിച്ചഭൂമി, ഈ പറയുന്ന കറിയാച്ചൻ മുതലാളിയുടെ കുടുംബത്തിൽപ്പെട്ട 13 പേർക്ക് മിച്ചഭൂമി കൈവശമുള്ളതായിട്ട് അത് എക്സസ് ലാൻഡ് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് ലാൻഡ് ബോർഡിനുള്ള നിർദ്ദേശമാണ്. കറിയാച്ചൻ മുതലാളി ടോം സക്കറിയൊക്കെ ഇപ്പൊ ആരായി? അപ്പോൾ ഇത് കുടിയേറ്റക്കാരായി മാറി. അതല്ലേ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ഒരു വാചകത്തിൽ പോലും ഈ കയ്യേറ്റക്കാരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പാപ്പാത്തി ചോലയിൽ ആരാണ് കയ്യേറിയതെന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല.
അതേസമയം സഭ പറയുന്നത് വിശ്വാസത്തിന്റെ മറവിൽ, ഈ കുരിശിന്റെ മറവിൽ കയ്യേറ്റക്കാരെ സഹായിക്കാൻ സഭ തയ്യാറല്ല എന്നാണ്. പക്ഷെ മുഖ്യമന്ത്രി ആ വാചകം പറയുന്നില്ല. മഞ്ജുഷ്, ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ട് വരാം. അതായത് എക്സസ് ലാൻഡ് ഇവർ മിച്ചഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിച്ചഭൂമി ഒരാളല്ല, ഒരു കുടുംബത്തിൽപ്പെട്ട 13 പേര് മിച്ചഭൂമി കൈവശം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എത്ര ഏക്കർ ലാൻഡ് ഉണ്ടെന്ന് മിനിമം എന്ന് നമുക്കറിയാം. അതും പോരാഞ്ഞിട്ടാണ് സർക്കാരിൻ്റെ വക ഭൂമിയിൽ കുരിശും മറ്റടയാളങ്ങളും വെച്ചിട്ട് 2000 ഏക്കറോളം അത് കയ്യേറാനായി ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള ഭൂമി ഒന്നും ഒഴിപ്പിക്കാതെ അവിടെ ഭൂരഹിതർക്ക് ഭൂമിയോ നൽകാൻ കഴിയുകയുമില്ലെന്ന് സർക്കാരിൻ്റെ രേഖയാണിത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പട്ടയ വിതരണം കഴിഞ്ഞിട്ട് മതി ഇത് എടുക്കൽ എന്ന് പറഞ്ഞാൽ ഈ എടുത്ത ഭൂമിയാണ് പട്ടയ വിതരണം നടത്തേണ്ടത്. അപ്പോൾ അങ്ങനെ മിച്ചഭൂമിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വർഷങ്ങളായി നോട്ടീസ് കൊടുത്തിട്ടും പ്രതികരിക്കാതിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് പോലീസായാലും അവിടുത്തെ ജില്ലാ ഭരണകൂടമായാലും ദേ ആർ ഡ്യൂട്ടി ബൗണ്ട് ഈ ഭൂമി തിരിച്ചെടുക്കാൻ. അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്താൻ മുഖ്യമന്ത്രിക്കും അവകാശമില്ല, സർക്കാരിന് എന്ന് പറയുന്ന. ശ്രീ പ്രകാശ് ബാബു, എപ്പോഴും റവന്യൂ മന്ത്രി പറയുന്നുണ്ട് മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന്. പക്ഷേ ഇന്നലെ പാപ്പാത്തി ചോലയിൽ കുരിശ് മാറ്റിയതോടുകൂടി ഈ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ ഭാവി തീർന്നില്ലേ? അതല്ലേ ഇന്നത്തെ LDF യോഗത്തിലും അതിനുശേഷം ചേർന്ന സർവകക്ഷി യോഗത്തിലും പ്രതിഫലിക്കുന്നത്? ഇനി മൂന്നാറിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അല്ല, ഇന്നത്തെ LDF യോഗത്തിൻ്റെ തീരുമാനം അനധികൃതമായ വൻകിട കയ്യേറ്റം ഒഴിപ്പിക്കണം എന്ന് തന്നെയാണ്. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടി അവസാനിപ്പിച്ചു എന്നുള്ള വാർത്ത ഒരിക്കലും ശരിയല്ല. ഇന്നത്തെ LDFൻ്റെ തീരുമാനം വീണ്ടും ആ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. തന്നെയുമല്ല, അതിനോടൊപ്പം അഡീഷണലായിട്ട് അവിടെ തീരുമാനിച്ചതിൽ ഒരു 2 സെൻറ്റോ 3 സെൻറ്റോ 5 സെൻറ്റോ ഒക്കെ കൈവശം വെച്ചേക്കുന്ന ആളുകളെ 77-ന് മുമ്പുള്ളവരാണെങ്കിൽ അതിന് പട്ടയം കൊടുക്കണമെന്നും 77-ന് ശേഷമുള്ള ആളുകളാണെങ്കിൽ അവരെ എങ്ങനെ ഒഴിപ്പിക്കണമെന്നുള്ളത് നമുക്ക് ആലോചിക്കാം എന്നുള്ള നിലയിൽ. എന്നാൽ ഏക്കർ കണക്കിന് വസ്തു കൈവശം വെച്ചിരിക്കുന്ന പലതവണ LDF യോഗത്തിലും സർവകക്ഷി യോഗത്തിലും ഈ ഉന്നതതല യോഗങ്ങളിലും ഒക്കെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കൽ അപ്പോൾ തുടങ്ങിയില്ലേ? ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനി കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. പട്ടയം കൊടുക്കുന്നതാണോ ആദ്യം നടപ്പാകുന്ന കാര്യം? ഇപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് പട്ടയം കൊടുത്തു തീർക്കണം എന്ന നിർദ്ദേശമായിരുന്നു ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരുന്നത്. പക്ഷേ അത് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അടുത്ത മാസം പകുതിയോടുകൂടി മെയ് 21 ഈ പട്ടയ വിതരണം പൂർത്തിയാക്കണമെന്ന് പുതിയ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് എന്ന്. അപ്പോൾ കയ്യേറ്റം ഒഴിപ്പിക്കൽ അവിടെയുള്ളൊരു പ്രാഥമിക പരിഗണനയല്ലേ? ഈ പാപ്പാത്തി ചോലയിൽ കുരിശ് തകർത്തതോടുകൂടി ഇതെല്ലാം അവസാനിച്ചിരിക്കുകയാണോ? CPIയുടെ പ്രതിരോധവും അവസാനിച്ചോ? CPI ഇപ്പോഴും പാപ്പാത്തി ചോലയിൽ ഈ കുരിശെടുത്ത് മാറ്റിയതിനെ ന്യായീകരിക്കുകയാണല്ലോ. മുഖ്യമന്ത്രി അങ്ങനെയല്ല ചെയ്യുന്നത്. ഇവിടെ CPIയുടെ പ്രതിരോധവും ഇന്നത്തോടെ അവസാനിച്ചോ LDF യോഗത്തോടെ? പാപ്പാത്തി ചോലയിൽ കുരിശ് മാത്രമല്ല 30 ഏക്കറോളം സ്ഥലത്തുണ്ടായിരുന്ന 4-5 ഷെഡ് സഹിതമാണ് പൊളിച്ചു മാറ്റിയത്. അത് അവിടുത്തെ ജോലി അതുകൊണ്ട് തീർന്നു എന്നല്ല. മൂന്നാർ മേഖലയിൽ എവിടെയൊക്കെ അനധികൃത കയ്യേറ്റമുണ്ടോ ആ ഒഴിപ്പിക്കൽ നടപടി നാളെയും മറ്റന്നാളും അതിനടുത്ത ദിവസവുമെല്ലാം തുടരും. ഇന്നത്തെ LDFന്റെ യോഗത്തിന് ശേഷം കൺവീനർ ഇറക്കിയ സ്റ്റേറ്റ്മെന്റിനകത്തും അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒഴിപ്പിക്കൽ നിർത്തിവെക്കുക എന്നുള്ള തീരുമാനം എടുത്തിട്ടേയില്ല. ചോദിക്കാതെ എന്ത് ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങാൻ നാളെ പോലെ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. മാർച്ച് 27-ാം തീയതി മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും പങ്കെടുത്ത ഔദ്യോഗിക യോഗത്തിൻ്റെ തീരുമാനം അവിടെ കൈവശ കൃഷിക്കാർക്ക് 1/1/77-ന് മുമ്പുള്ള കൈവശ കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കണമെന്നും അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കണം എന്ന് തന്നെയാണ്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് വിളിച്ച യോഗമാണ് ഇന്ന് വൈകിട്ട് കൂടിയത്. ആ യോഗത്തിൻ്റെ തീരുമാനവും പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ അതിന് മുന്നോട്ട് പോകണമെന്നും അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കണം എന്നുള്ളതുമാണ്. അത് നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകും. അവിടെയുള്ള അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുക തന്നെ ചെയ്യും. അത് നിർത്തിവെക്കുന്ന സർക്കാരിനെ അറിയിക്കാതെ മണ്ണ് നീക്കൽ യന്ത്രം കൊണ്ടുപോയി കുരിശ് പൊളിച്ചു നീക്കിയ നടപടി തെറ്റായി പോയി എന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു. സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് ഉദ്യോഗസ്ഥർ. അവർ ആ ബാധ്യത നിറവേറ്റുന്നില്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായി നിൽക്കാൻ കഴിയില്ല. അർദ്ധരാത്രിക്ക് ശേഷം 144 പ്രഖ്യാപിച്ചതും പോലീസിനെ അറിയിക്കാതെ ഭൂസംരക്ഷണ സേനയുമായി കുരിശ് പൊളിക്കാൻ പോയതും തെറ്റാണ്. കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നത് തന്നെയാണ് സർക്കാർ നയം. എന്നാൽ അത് വിവേകത്തോടെ ചെയ്യണം. അപ്പോൾ
വിവേകത്തോടു കൂടിയാണോ അധാർമികമായാണോ ഇന്നലെ അവിടെ ഒഴിപ്പിക്കൽ നടപടി ചെയ്തത്? അവിടെ ഒഴിപ്പിക്കൽ നടപടി നടത്തിയത് നിയമാനുസൃതമാണ്. നിയമാനുസൃതമല്ല എന്നാണ് ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ പറയുന്നത്. അല്ല, നിയമാനുസൃതമാണ്. അതിന് ഒഴിപ്പിക്കലിനുള്ള നടപടി നോട്ടീസ് കൊടുത്തു, 7 ദിവസത്തെ സമയം കൊടുത്തു. അത് കഴിഞ്ഞ് 7 ദിവസത്തിനകം ഒഴിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കേൾക്കാതെ ഞങ്ങളുടെ പേരിൽ എന്തിനാണ് നോട്ടീസ് അയച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് വക്കീൽ നോട്ടീസ് അയപ്പിച്ചു. അത് കഴിഞ്ഞ് 12 ദിവസം കഴിഞ്ഞ 12ാമത്തെ ദിവസമാണ് ഒഴിപ്പിക്കൽ നടപടി എടുത്തത്. മുഖ്യമന്ത്രി പറയുന്നത് സർക്കാരിനെ അറിയിച്ചിട്ടില്ല. ഇത് ഉന്നതതല യോഗത്തിന് ശേഷം പുറത്തുവിട്ട മുഖ്യമന്ത്രി റിലീസാണിത്. അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടായിരിക്കാം. റവന്യൂ മന്ത്രി അറിഞ്ഞു എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. റവന്യൂ മന്ത്രി അവരെ അറിയിച്ചിരുന്നു. റവന്യൂ മന്ത്രി അറിയാമെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് അറിഞ്ഞു, അതനുസരിച്ചുള്ള നടപടികൾ കൈക്കൊണ്ടു. ആ നടപടികളിൽ ഒരു പെശകും ഒരു ഭാഗത്തും ഇല്ല. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയാണ്. മുഖ്യമന്ത്രി അറിഞ്ഞോ അറിയില്ലയോ എന്നുള്ളത് എനിക്കിപ്പോൾ അറിയില്ല. റവന്യൂ മന്ത്രി മുഖ്യമന്ത്രി അറിയിച്ചിട്ടില്ല. റവന്യൂ വകുപ്പ് മുഖ്യമന്ത്രി അറിയിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ വാചകം, മണ്ണ് നീക്കൽ യന്ത്രം കൊണ്ടുപോയി കുരിശ് പൊളിച്ചു നീക്കിയ നടപടി തെറ്റായി പോയി എന്ന് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ പറഞ്ഞു. ഇന്ന് വൈകിട്ട് യോഗത്തിന് ശേഷം അതുകൊണ്ടാണ് അത് സ്ഥാപിച്ച ആളുകളെ കണ്ട് അവർക്ക് നോട്ടീസ് കൊടുത്ത് അവർ തന്നെ പൂ പോലെ എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നോട്ടീസ് കൊടുത്ത് 12 ദിവസമായിട്ടും എടുത്തുകൊണ്ട് പോകാത്ത സാഹചര്യത്തിൽ ആ കോൺക്രീറ്റ് സ്ട്രക്ചർ എടുത്തു മാറ്റുന്നതിനുള്ള സജ്ജീകരണങ്ങളോട് പോയി എടുത്തു മാറ്റി. അതിനെന്താ തെറ്റ്? അപ്പോൾ സർക്കാരിന്റെ ഭാഗമായി നിൽക്കാൻ ഇവർക്ക് കഴിയില്ല. അതായത് ഈ ഉദ്യോഗസ്ഥരുടെ കാര്യമാണ് പറയുന്നത്. സർക്കാരിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർ നിന്നത്. ഇനിയും അവരങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. അർദ്ധരാത്രിക്ക് ശേഷം 144 പ്രഖ്യാപിച്ചതും പോലീസിനെ അറിയിക്കാതെ ഭൂസംരക്ഷണ സേനയുമായി കുരിശ് പൊളിക്കാൻ പോയതും തെറ്റാണ്. 144 പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ കപ്പാസിറ്റിയിലുള്ള ജോലിയാണ്. അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നുള്ള നിലയിൽ അവർ അതിൻ്റെ സമയം അനുസരിച്ചും അവരുടെ മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും അത് അവർ നിർവഹിച്ചു. അതിനകത്തൊരു തെറ്റുമില്ല. അതായത് മുഖ്യമന്ത്രി ഇന്ന് യോഗത്തിൽ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് തന്നെയാണ് CPIയുടെ നിലപാട്. ഇപ്പോൾ എസ് രാജേന്ദ്രൻ MLA ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എസ് രാജേന്ദ്രൻ MLA, സർക്കാരിനെ അറിയിക്കാതെയാണ് പാപ്പാത്തി ചോലയിൽ ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടത്തിയത് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി ഉന്നതതല യോഗത്തിൽ പറഞ്ഞത്. ഇത് തെറ്റാണെന്നാണ് CPIയുടെ നിലപാട്. സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്, റവന്യൂ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അവരെ ഇക്കാര്യത്തിൽ ഓരോരുത്തരുടെയും നിലപാടിനെ സംബന്ധിച്ച് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ ഗവൺമെന്റിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും കയ്യേറ്റം ഒളിപ്പിക്കുവാനുള്ള നടപടിയുടെ സമീപനം എന്തായിരിക്കണം എന്നുള്ളതിന് വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എടുത്ത ഒരു സന്ദേശമായിരിക്കും ഈ കാര്യങ്ങൾ. അതിനെ വളച്ചൊടിച്ച് കാണേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് ഈ ഇന്നലെ ചർച്ച ചെയ്തതിന്റെ ഒരു ഭാഗമായി ഈ നിലയിലേക്ക് മാധ്യമങ്ങളുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പിന്നെ അവർ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു വിഷയമാണ് പ്രധാനപ്പെട്ട വിഷയം. ഇനി എല്ലാത്തിനും ഒരു രൂപരേഖ തയ്യാറാക്കുകയായി. മുഖ്യമന്ത്രി ഇന്നത്തെ ഈ യോഗത്തിൽ പറഞ്ഞതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഔദ്യോഗികമായി പുറത്തുവിട്ട വാർത്താക്കുറിപ്പ് അനുസരിച്ച് മന്ത്രി MM മണിയുമായി ആലോചിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഇനി മൂന്നാറിൽ ചെയ്യാവൂ. ഇക്കാര്യത്തിൽ ഒരു കാര്യം പറയാം, ഞങ്ങൾ കയ്യേറ്റത്തിന് എതിരാണെന്ന് വളരെ വ്യക്തമായി പറയാം. കാരണം എന്തുകൊണ്ട്? എല്ലാ കാലവും താങ്കൾ ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങളിൽ എപ്പോ വേണേലും പരിശോധിക്കാം. ഞങ്ങളിൽ ആർക്കെങ്കിലും ഞങ്ങൾ ഈ നിങ്ങൾ പറയുന്നത് പോലെ ഭീകരരോ മറ്റൊന്നുമല്ല, മറിച്ച് ഇതിനേക്കാളുള്ള ഭീകരരുണ്ട്. അത് ദൃശ്യമാധ്യമങ്ങളിൽ പോലും ഉണ്ട്. എന്തിനെ നിങ്ങളുടെ മുതലാളി എടുക്കൂ, വയനാട്ടിലെടുക്കൂ, കഥ പരിശോധിക്കൂ. അത്തരത്തിലുള്ള ഗുണവും മനവും ഉള്ള ആളുകളെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ നിലയിൽ ചിത്രീകരിച്ച് എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് കുറിച്ച് കൊണ്ട് ഇടിച്ചു നിർത്തി അത് ഇങ്ങനെ ഒരു നിലപാടിലോട്ട് വരേണ്ടി വന്നു. അതിനെ പക്വതയോടുകൂടി നിലപാട് സ്വീകരിച്ച് പോവെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഭൂമി ഏറ്റെടുക്കാനും മറ്റുമൊക്കെ നടത്താം. കോടതിയുടെ ലാസ്റ്റ് വിധി വന്നല്ലോ. കേരളം മുഴുവനും നടപ്പിലാക്കുവാൻ റവന്യൂ മന്ത്രി എല്ലാ ജില്ലാ കളക്ടർക്കും ഉപദേശം തരാത്തത് എന്ത്? എല്ലാ ജില്ലാ കളക്ടറും വിളിച്ച് ഉപദേശം പറയണം. രണ്ടാമത്തെ വിധി ഹൈക്കോടതി തന്നത് കേരളത്തിൽ ഉടനീളം നടപ്പിലാക്കാൻ പറയണം. അപ്പൊ ഹൈക്കോടതിയുടെ കെട്ടിടത്തിനെ സംബന്ധിച്ചും വരും. അപ്പൊ പരിസ്ഥിതി ഏതെങ്കിലും ഒരു പ്രദേശത്തും മാത്രമല്ല, UNDPയുടെ കാശ് വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ വേദനയുണ്ടാവും, പ്രയാസം കാണും. അതിനെയൊന്നും നമ്മൾ ബാധ്യതപ്പെട്ടതല്ല. മറിച്ച് ഇവിടെ കയ്യേറ്റം ഒളിപ്പിക്കുവാൻ ശാശ്വതമായ പരിഹാരത്തോട് മുമ്പോട്ട് പോവാൻ നമുക്ക് സമീപനം സ്വീകരിക്കണം. അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും എല്ലാവരുടെയും സഹകരണം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുണ്ടാവണം. ചർച്ച ചെയ്തും വിമർശനം നടത്തിയും അല്ലാതെ ഇത്തരത്തിലേക്ക് വലിയ മഹാഭാവം ആഘോഷം
നടത്തി അത് ഇല്ലാതാക്കുന്ന ഒരു പ്രവണത അല്ല ഇന്നലെ കയ്യേറ്റം ഒഴിപ്പിച്ച സ്ഥലം ഈ പാപ്പാത്തിച്ചോല, അവിടെ ഈ ടോം സക്കറിയുടെ പേരിൽ ഇതിനു മുൻപും സർക്കാർ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുള്ളതാണ്. 500ഓളം ഏക്കർ ഭൂമി ഈ കുടുംബത്തിന്റെ കയ്യേറ്റ ഭൂമിയായി കണ്ടെത്തിയതാണ്. പക്ഷെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ എന്തിനാണ് ഇപ്പോഴും മൂന്നാർ CPM ഇന്നലെ പാപ്പാത്തിച്ചോലയിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിനെ